ശ്രീ ടി ജയചന്ദ്രൻ മാസ്റ്റർ, അങ്ങനെയാണോ ഇവിടെ കേരള സർക്കാർ മാത്രം എങ്ങനെ ഉത്തരവാദിയാകുന്നു എന്നാണ് ചോദ്യം? നമ്മൾ ബഹുമാനിക്കുന്ന അത്യാവശ്യം വായിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് റെജി ലൂക്കോസ് എന്നാണ് എന്റെ വിശ്വാസം. ചർച്ചയിൽ വന്ന് പറഞ്ഞത് വസ്തുതകൾക്ക് നിരക്കാത്ത, നട്ടാൽ മുളയ്ക്കാത്ത പച്ചക്കളമാണെന്ന് ഞാൻ ഡാറ്റ സഹിതം പറയും. ഞാൻ റെജി ലൂക്കോസിന്റെ മുമ്പാകെ കൊണ്ടുവയ്ക്കുന്നത് ഈ കഴിഞ്ഞ ജൂലൈയിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പുറത്തുവിട്ട ആധികാരികമായ കണക്കാണ്. താങ്കൾ ശ്രദ്ധിക്കുക, 1950 ഇന്ത്യ രാജ്യത്ത് 1811.35 ചതുരശ്ര കിലോമീറ്റർ വനഭൂമി ഉണ്ടായിരുന്നു. അത് 12%. ഇത് 30% എന്ന് താങ്കൾ പറഞ്ഞത് എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് സർ? 2021 അത് 1811 നിന്നും കുറഞ്ഞ് 863.86 ചതുരശ്ര കിലോമീറ്ററായി കുറഞ്ഞു. 12% ഉണ്ടായിരുന്ന 1811 നിന്ന് 1000ഓളം ചതുരശ്ര കിലോമീറ്റർ കുറഞ്ഞ് അത് വെറും 863 ആകുമ്പോൾ എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഈ ചർച്ചയിൽ വന്ന് ഇങ്ങനെ കളവ് പറയുന്നത് എന്ന് എനിക്ക് ചൂണ്ടിക്കാണിക്കാറുണ്ട്. രണ്ടാമത്, താങ്കൾ പറഞ്ഞു ഈ നിയമം ഉള്ളതാണ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ തടസ്സമെന്ന്. ഞാൻ എന്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് റെജി ലൂക്കോസ് ഒറ്റ ചോദ്യം ചോദിക്കും. അല്ല സർ, 1972 ഉണ്ടാക്കിയ നിയമം നിങ്ങളും കൂടി കേന്ദ്രത്തിൽ കുറെ കാലം പങ്കാളിയായിരുന്നല്ലോ. അന്ന് എന്തേ ആ നിയമം ഒന്ന് പരിഷ്കരിക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്താനും? വേണ്ട, നമുക്കത് വിട്ടുകളയാം. ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുമോ? ആധികാരികവും ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ റെജിയോട് പറയുന്നു, വയനാട്ടിൽ ഒരു പാവപ്പെട്ട ജനങ്ങൾക്കിടയിലേക്ക് കാട്ടാന വന്നപ്പോൾ അവിടുത്തെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ഒരു ജില്ലാ കലക്ടർ ഉണ്ടായിരുന്നു. റെജി ലൂക്കോസിന് അറിയുമോ? മാരാ പാണ്ഡ്യൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ തിരുവനന്തപുരത്ത് സിവിൽ സർവീസ് സംവിധാനത്തിന്റെ ഭാഗമാണ്. അത് ഇപ്പോഴും ഉണ്ട് തിരുവനന്തപുരത്ത് സർ. ആ ആനയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടു, വെടിവെച്ച് കൊന്നു. എന്തേ അദ്ദേഹത്തെ തൂക്കിലേറ്റിയില്ല? താങ്കൾ ഇവിടെ കേന്ദ്ര വനം വകുപ്പ് മന്ത്രി, താങ്കൾ ഈ പറഞ്ഞ രാധയെ കൊന്ന കേസിലായിരുന്നില്ല, അതിനു മുമ്പ് മാനന്തവാടി ബിഷപ്പ് ഹൗസിന് അനുഭവത്തുണ്ടായിരുന്ന കേസിൽ കേന്ദ്രമന്ത്രി വന്നിരുന്നു. ഞാനും ഉണ്ടായിരുന്നു മന്ത്രിയെ അനുഭവിച്ചുകൊണ്ട്. അന്ന് വളരെ കൃത്യമായിട്ട് റെജി ലൂക്കോസ് കലക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ മാധ്യമ പ്രവർത്തകരെയും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയും കർണാടകയുടെയും തമിഴ്നാട്ടിലെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെയും സാന്നിധ്യത്തിൽ വനംവകുപ്പ് മന്ത്രി കൃത്യമായി വിവരിച്ചു. വനം നിയമങ്ങൾ കാട്ടിനുള്ളിലാണ്. വന നിയമം ലംഘിച്ചുകൊണ്ട് പുറത്തു വരുന്ന സാധാരണ ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന ഏത് മൃഗത്തെയും വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം ഈ നിയമത്തിൽ തന്നെ ഉണ്ട്. മാത്രമല്ല, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് ആ പറഞ്ഞതിൽ ഒരു എതിർത്തൊരു വാക്ക് ഞാൻ മനസ്സിലാക്കുന്നത്, അന്ന് നിങ്ങളുടെയും കൂടെ MP മാരുണ്ടായിരുന്നു, MLA മാരുണ്ടായിരുന്നു ആ യോഗത്തിൽ, കലക്ടറേറ്റിലെ യോഗത്തിൽ. അതിൽ ഞങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഒരാൾ പോലും പ്രതിഷേധം ഉയർത്തിയില്ലല്ലോ. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ കാട്ടിലെ ഒരു ചെറിയ ജീവിയെ പോലും വെടിവെച്ച് കൊല്ലാൻ സാധിക്കില്ല, നിയമം അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ കേരളത്തിൽ പന്നിയെ വെടിവെച്ച് കൊല്ലാൻ കേരള ഗവൺമെന്റിന് ഗ്രാമപഞ്ചായത്തിന് അധികാരം കൊടുക്കുന്ന നിയമം എവിടുന്ന് വന്നു? അപ്പൊ വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാനുള്ള അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ ഉണ്ട്. ജോർജ് കുര്യന്റെ പദം ശരിയല്ലേ? ഇന്ന് കേരളത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രതിയെ കുറിച്ച് റെജി ലൂക്കോസ് നിങ്ങൾക്ക് പറയാനുള്ളത് അദ്ദേഹം മനുഷ്യ സ്നേഹിയാണ് എന്നാണോ? പാവപ്പെട്ട 15 വയസ്സുകാരനെ ഇത്ര ക്രൂരമായ മരണത്തിലേക്ക് തള്ളിവിട്ട് വൈദ്യുതി മോഷ്ടിച്ച് കാട്ടുപന്നിയെ മാംസ വിൽപ്പനയ്ക്ക് വേണ്ടി കൊന്നു. നിങ്ങളുടെ ചാനലുകൾ തന്നെ, പോലീസ് തന്നെ പുറത്തുവിടുന്ന കണക്കാണിത്. ഇവരെന്ത് പേരാണ് ജോർജ് കുര്യനും നിങ്ങളും ഞാനും വിളിക്കേണ്ടത്? ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ട ഗവൺമെന്റ്. മാത്രമല്ല, CAG പറയുന്നു, നിങ്ങളോട് പറഞ്ഞ കാര്യം ശരിയാണ്, വന നിയമത്തെക്കുറിച്ചും വനത്തിലേക്കുള്ള യാത്രയെക്കുറിച്ചും പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഒരു കഷണം വനം പോലും നഷ്ടപ്പെടാതെ, ഒരു ചെറിയ ചുരം പോലും ഇല്ലാതെ, ഒരു കൊടും വളവില്ലാതെ പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡിന് വേണ്ടിയുള്ള ആവശ്യങ്ങൾ എന്ന് കാലം തുടങ്ങിയതാ. കേന്ദ്രത്തിന്റെ മന്ത്രി വന്നപ്പോൾ ഞങ്ങളുടെ പൂഴിത്തോട് ആക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യം റെജി ലൂക്കോസ് ഞങ്ങൾ ഉന്നയിച്ചു. ഇപ്പോഴും നിങ്ങൾക്ക് പരിവേഷം എന്ന് പറയുന്ന സൈറ്റിൽ എടുത്തു നോക്ക്. അതിനെക്കുറിച്ച് കേരള ഗവൺമെന്റ് ഒരു അറിയിപ്പെങ്കിലും കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? നമുക്ക് ഒരു കാര്യം തർക്കമാണ്, നമുക്ക് വലിയ സൂപ്പർ എക്സ്പ്രസ് ഹൈവേകൾ ഉണ്ടാക്കണം, അതിവേഗ റെയിൽവേ പാത വേണം, തുരങ്കപാത വേണം. അതിനപ്പുറത്തേക്ക് പ്രകൃതിക്കും മനുഷ്യനും എളുപ്പത്തിൽ ചെയ്യാവുന്നതൊന്നും നമ്മൾ ചെയ്യില്ല. നമ്മൾ ഇപ്പോഴും വന നിയമത്തെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ മാരാ പാണ്ഡ്യനെ പോലെ ഉത്തരവാദിത്തമുള്ള കലക്ടർമാർക്ക് ജനങ്ങൾക്ക് ഭീഷണിയായ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിന് ഉത്തരവിടാനുള്ള ഉത്തരവാദിത്വവും ആത്മാർത്ഥതയും കാണിച്ചപ്പോൾ അത് വിജയം കണ്ടു. ഇപ്പോൾ കേരളത്തില് കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാൻ ഷൂട്ടർമാരെ സർക്കാർ നിശ്ചയിക്കുന്നു. റെജി ലൂക്കോസെ, ഈ അർത്ഥം എന്താ? വേണമെങ്കിൽ ചക്ക വേരിനും കായ്ക്കും. അതല്ല, സ്വന്തം ഉത്തരവാദിത്വം നിന്നും ഒളിച്ചോടി ഭീരുക്കളെ പോലെ ചുമതല വഹിച്ച് മറ്റുള്ളവരെ കുറ്റപ്പെടുന്ന രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം
നല്ല പണിയായുധം കുറ്റം പറയുന്നവൻ നല്ല പണിക്കാരനല്ല എന്നതുപോലെ തന്റെ പണിയായുധത്തെയും തന്റെ കേന്ദ്ര നിയമത്തെയും കുറ്റം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇങ്ങനെ നീർപോകാം. പകരം നഷ്ടപ്പെടുന്നത് എന്താ? നിങ്ങളുടെയും എന്റെയും കൂടപ്പിറപ്പുകൾ, 15 വയസ്സുള്ള കുട്ടികൾ, താങ്കൾ നേരത്തെ പറഞ്ഞ രാധ, ഇതേ വഴിക്കടവിൽ നേരത്തെ കൊല്ലപ്പെട്ട കർഷക തൊഴിലാളി, അതിനു മുമ്പ് കൊല്ലപ്പെട്ട മത്തായി, ഇവരൊക്കെ മരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് കേന്ദ്രം അത് ചെയ്യണം മറ്റത് ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷേ ഈ കാര്യങ്ങളിലൊക്കെ ക്രിയാത്മകമായി പ്രതികരിക്കാൻ തയ്യാറില്ല. ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറയാൻ എന്താ മടി? കേരള പോലീസ് എന്ത് നടപടിയെടുത്തത്? വിദ്യുച്ഛക്തി വകുപ്പ് മോഷ്ടിക്കുന്നതിന് വിദ്യുച്ഛക്തി ലൈൻമേന്മാർക്കും അതിനുള്ള വിജിലൻസ് സെല്ലിനും എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? അറിയാഞ്ഞിട്ടാണോ? വഴിക്കടവ് നിവാസികൾ പറയുന്നു ഞങ്ങൾ പരാതി കൊടുത്തുവെന്ന്, ഞങ്ങൾ പോലീസിനെ അറിയിച്ചുവെന്ന്, മോഷണം പതിവാണ്, കാട്ടുജീവികളുടെ മാംസ വിൽപ്പനയുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് കണ്ണടച്ചും ചെവി പൊത്തിപ്പിടിച്ച് ഞങ്ങൾ ഈ നാട്ടുകാരെയല്ല കണ്ണും കാതും അടച്ച് തന്റെ വൈകല്യങ്ങളെ മറച്ചു വെക്കുന്നതിന് കേന്ദ്ര നിയമത്തെയും മറ്റുള്ളവരെയും കുറ്റപ്പെടുന്ന അർത്ഥമുണ്ടോ റെജി ലൂക്കോസെ? ഒരു കാര്യം ശക്തമാണ്. എന്തേ ഈ കർഷക തൊഴിലാളിയുടെ മരണത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പില്ലാത്തത് കൊണ്ട് ആരും ബഹളം ഉണ്ടാക്കിയില്ല? എന്തിനാ? ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കും. ആ മനുഷ്യന്റെ കൊലയ്ക്ക് ഉത്തരവാദിയായ അന്നത്തെ വൈദ്യുതി ഷോക്കിന് എന്ത് നടപടി സംസ്ഥാന ഗവൺമെന്റ് എടുത്തു എന്ന് റെജി ലൂക്കോസ് വ്യക്തമാക്കുമോ? ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു കർഷക തൊഴിലാളി ഇതേ ദുരന്തമുണ്ടായപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് എന്ത് അവാർഡാണ് അല്ലെങ്കിൽ എന്ത് നടപടിയാണ് സംസ്ഥാനം എടുത്തിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കുമോ? ഇതൊക്കെ പറയാതിരിക്കുകയും ഇതൊക്കെ മറച്ചു വെക്കുകയും ഇവരെയൊക്കെ രക്ഷപ്പെടുത്തുകയും തൽക്കാലം ഇത്തരം ചാനലിൽ വന്നിരുന്നിട്ട് കള്ളക്കണ്ണീര് പൊഴിക്കുകയും അസത്യങ്ങൾ പറയുകയും ചെയ്യുന്നത് കൊണ്ട് കേരളം കാര്യമല്ല. ഒന്നുകൂടി, ഇന്ത്യ രാജ്യത്തെ വനനിയമം എല്ലായിടത്തും ബാധകമല്ലേ? എന്തേ ഇവിടെ തന്നെ CAG പറയുന്നു 2017 2021 30,000 വനം വന്യജീവി സംഘർഷമാണ്, മനുഷ്യ സംഘർഷമാണ് കേരളത്തിൽ ഉണ്ടായത്. 445 മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ശരാശരി സംസ്ഥാനത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടിയ സംഘർഷം ഉണ്ടാകുന്ന ഇവിടെയാണ്. വീണ്ടും കൺട്രോൾ ആൻഡ് വാട്ടർ ജനറൽ പറയുന്നു വനം അല്ലെങ്കിൽ ടൈഗർ എലഫന്റ് പ്രോജക്റ്റുകൾക്ക് വേണ്ടി CSS, IMHR, IDWH ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് വൈൽഡ് ലൈഫ് ഹാബിറ്ററ്റ്സ്, അതിനു വേണ്ടിയുള്ള വർഷങ്ങളിൽ പണം കൃത്യമായി എഴുതിയെടുക്കുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് വലിയ ശുഷ്കാന്തി കാണിച്ചിട്ടുണ്ട്. ഇത്തരം വന്യജീവികൾക്ക് ആവശ്യമായ പ്രോജക്റ്റുകൾ അവരെ ഇറക്കുന്നതിനും സംരക്ഷിക്കുന്ന നിലനിർത്താനും ആവശ്യമായ കുടിവെള്ളം, തീറ്റ, ഫെൻസിങ്, കിടങ്ങ് കുഴിക്കൽ, വനജീവികളെ വന്യ കാട്ടിൽ തന്നെ നിർത്താൻ ആവശ്യമായതും അവരെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിനും വേണ്ടിയുള്ള വിനിയോഗിക്കേണ്ട പദ്ധതികളൊക്കെ നടത്തുന്നില്ല. വനം വകുപ്പിൽ സാധാരണക്കാരുടെ ഭാഗത്തു നിന്നും കൂടി ഉയരുന്ന ചോദ്യം, അതായത് എന്ത് നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആവശ്യത്തിന് കിടങ്ങുകളോ ഫെൻസിങ്ങോ ഒന്നും ചെയ്യാതെ സർക്കാർ ഇങ്ങനെ ഓരോ പ്രാവശ്യവും മുതലക്കണ്ണീർ പൊഴിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് എന്നുള്ള വിമർശനം കൂടി വരുന്നു.